ഹലോ. അങ്ങനെ നമ്മൾ 14th ചാപ്റ്ററിൽ എത്തിയിരിക്കുകയാണ്. 14th ചാപ്റ്ററിന്റെ പേരാണ് മുഫ്ത് ഹി മുഫ്ത്. മുഫ്ത് എന്ന് പറഞ്ഞാൽ ഫ്രീ. ഇത് വളരെ രസകരമായ ഒരു സ്റ്റോറിയാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോറിയിലേക്ക് പോവാം. एक दिन भिखू बाई का मन नारियल खाने का हुआ. ഭിഖു ബായ് ആണ് ഈ സ്റ്റോറിയിലെ താരം. കണ്ടോ, ഇതാണ് ഭിഖു ബായ്. ഒരു ദിവസം ഭിഖു ബായ്ക്ക് നാരിയൽ എന്ന് പറഞ്ഞാൽ തേങ്ങ, നാളികേരം കഴിക്കാൻ തോന്നി. താസ മുലായം കസാ ഹുവാ ശക്കർ കെ സാത്ത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള കസാ ഹുവ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ശക്കർ കെ സാത്ത്. ശക്കർ എന്ന് പറഞ്ഞാൽ ഷുഗർ. उसके बारे में सोचते ही ഭിഖു ബായി ने अपने होठों को चटकारा. ഇതിനെ പറ്റി ആലോചിച്ചപ്പോ തന്നെ ഭിഖുബായിക്ക് വായിൽ വെള്ളം വന്നു കാണും അല്ലേ? ഹോട്ടോങ്കോ ചട്കാര. ഹോട്ടോ എന്ന് പറഞ്ഞാൽ ചുണ്ടുകൾ. അപ്പോൾ ഇത് കഴിക്കുന്ന ടേസ്റ്റ് ആലോചിച്ച് തന്നെ അദ്ദേഹം ചുണ്ടൊക്കെ കടിച്ച് വാ ക്യാ മീഠാ സാ സ്വാദ് ഹോഗാ. എന്ത് രുചിയായിരിക്കും എന്ന് ആലോചിക്കുകയാണ്. ലേക്കിൻ ഏക് ചോട്ടി സി സമസ്യ ഥി. പക്ഷേ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഘർ മേ തോ ഏക് ബി നാരിയൽ നഹീ ഥാ. വീട്ടില് ഒരു കോക്കനട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഏക് ബി ഒന്നുപോലും നഹീ ഥാ ഉണ്ടായിരുന്നില്ല. ഓഹോ अब मुझे बाजार जाना पड़ेगा. उन्होंने अपनी पत्नी लाबूबेन से कहा. ഓഹോ അബ് മുझे ബാസാർ ജാന പടേഗ. ഇനി നാരിയലിന് വേണ്ടി എനിക്ക് മാർക്കറ്റിൽ പോകേണ്ടി വരും. ഉനോനെ അപ്നി പത്നി. അദ്ദേഹത്തിന്റെ ഭാര്യയോട്, പത്നി എന്ന് പറഞ്ഞാൽ വൈഫാണ്, വൈഫിന്റെ പേരാണ് ലാബുബേൻ. ലാബുബേന്റെ അടുത്ത് പറഞ്ഞു, കഷ്ടായിപ്പോയി, ഇവിടെ കോക്കനട്ട് ഒന്നും ഇല്ലല്ലോ, ഇനിയിപ്പൊ അതിനു വേണ്ടി ഞാൻ മാർക്കറ്റിൽ പോകേണ്ടി വരും. लाबूबेन अपने कंधे उचकाकर बोली, ഖാനാ ഹേ തോ ജാനാ ഹേ. കന്ധേ എന്ന് പറഞ്ഞാൽ കഴുത്ത്. അപ്പൊ ഷോൾഡർ ഒക്കെ ഇളക്കിക്കൊണ്ട് പറഞ്ഞു, ഖാനാ ഹേ തോ ജാനാ ഹേ. കഴിക്കണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പോകണം. ഏക് സമസ്യ ഓർ ധി. ഇനി ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. സമസ്യ എന്ന് പറഞ്ഞ പ്രശ്നം അല്ലെങ്കിൽ പ്രോബ്ലം, അങ്ങനെയാണ് കേട്ടോ. എന്തോ ഒരു ചെറിയ പ്രശ്നം കൂടി ഉണ്ട്. എന്താ അത്? ഭിഖു ബായിനെ കഹാ പൈസേ ഖർച്ച് കർനെ പടേങ്കേ. പുതിയ പ്രശ്നം എന്താണ്? ഷോപ്പിൽ പോയിട്ട് കോക്കനട്ട് വാങ്ങിക്കണമെങ്കിൽ വെറുതെ ഫ്രീ ആയിട്ട് ആരും തരില്ല അല്ലെ? അതിന് പൈസേ ഖർച്ച് കർനെ പടേങ്കേ, പൈസ ചെലവാക്കേണ്ടി വരും. ലാബുബേൻ ബോലി, പൈസേ തോ ഖർച്ച് കർനെ പടേങ്കേ. ഉറപ്പായിട്ടും പൈസ എന്തായാലും ചെലവാക്കണം, നിങ്ങൾക്ക് നാരിയൽ കഴിക്കണ്ടേ, അപ്പൊ പൈസ ചെലവാക്കണമെന്ന് ലാബുബേൻ പറഞ്ഞു. अब तक तो तुम्हें पता लग गया होगा कि ഭിഖു ബായ് जरा कंजूस दे. അപ്പൊ ഇത്രയും വായിച്ചതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പതാ ലഗ് ഗയാ ഹോഗ, മനസ്സിലായി കാണും. കി ഭിഖു ബായ് जरा कंजूस दे. ഭിഖു ബായ് ഒരു പിശുക്കനാണ് അല്ലെങ്കിൽ ഒരു മൈസറാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. वे सीधे खेत में बूटे बरगद के नीचे जाकर बैठ गए और सोचने लगे, क्या करूं मैं क्या करूं. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം വേഗം തന്റെ ഫീൽഡിൽ പോയിട്ട് അവിടെ ഒരു ബർഗത് കെ നീച്ചെ, ബർഗത് എന്ന് പറഞ്ഞാൽ ഒരു ബാനിയൻ ട്രീന്റെ അടിയിൽ പോയിരുന്നിട്ട് ആലോചിച്ചു. സോച്ചനെ ലഗേ, ക്യാ കരൂ, എന്ത് ചെയ്യും, മേ ക്യാ കരൂ, ഞാനിപ്പോ എന്താ ചെയ്യാ. मगर नारियल खाने के लिए जी ऐसा ललचाया कि वे जल्दी घर वापस लौटकर ലാബുബേൻ से बोले. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് കുറെ ആലോചിച്ചു നോക്കി. പക്ഷെ എന്തു വന്നാലും കോക്കനട്ട് കഴിക്കാനുള്ള അത്ര ആഗ്രഹം, കൊതി അദ്ദേഹത്തിന് അടങ്ങുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു? ജൽദി ഘർ വാപ്പസ് ലോട്ട്കർ, തിരിച്ചു പെട്ടെന്ന് വീട്ടിലേക്ക് പോയിട്ട് ലാബുബേൻ സെ ബോലെ, അച്ഛാ മേ ബസാർ തക് ഹോ ആത്തെ ഹൂ. അപ്പൊ ഞാൻ പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് വരാം. പത്താതോ ചലേക്ക് നാരിയൽ ആജ്കൽ കിത്നെ മേ ബിക് രഹേ ഹേ. ഇപ്പം നാരിയൽ വാങ്ങുകയൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നാരിയലിന്
ഇപ്പോ മാർക്കറ്റില് എന്താണ് പൈസ, എത്ര പൈസയ്ക്ക് കിട്ടും എന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാലോ. ആജ്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴൊക്കെ കിത്നെ മേ എത്ര പൈസയ്ക്ക് ബിക് രഹേ ഹേ, എത്ര പൈസയ്ക്കാണ് അവര് വിൽക്കുന്നതെന്ന് അറിയാലോ. जूते पहनकर छड़ी उड़ाकर ബീക്കുബായ് നിഗൽ പടേ. ജൂത്തെ ചെരുപ്പ്, ചെരുപ്പൊക്കെ ഇട്ട് ഝടി കുത്തി നടക്കാനുള്ള വടിയൊക്കെ എടുത്ത് ബീക്കുബായ് നിഗൽ പടേ, ബീക്കുബായ് മാർക്കറ്റിലേക്ക് ഇറങ്ങി. ബസാർ മേ ലോഗ് അപ്നെ കാമോ മേ ലഗേ ദേ. ഒരു മാർക്കറ്റില് പല ആളുകൾക്കും പല ജോലികൾ ഉണ്ടാവും അല്ലേ. അപ്പൊ ലോഗ് ഓരോ ആളുകളും അപ്നെ അപ്നെ കാമോ മേ ലഗേ ദേ, ഓരോരുത്തരും അവരവരുടെ ജോലിയിൽ ബിസി ആയിരുന്നു, അല്ലെങ്കിൽ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബീക്കുബായിനെ ഇധർ കുച്ച് ദേക്കാ ഉധർ കുച്ച് ഉഡായ ഓർ ദാം പൂച്ച. അപ്പോ ബീക്കുബായ് നേരെ ഇവിടെയും അവിടെയും ഒക്കെ ഓരോ സാധനങ്ങൾ കയ്യിലെടുത്തു. എന്നിട്ട് അതിന്റെയൊക്കെ ദാം പൂച്ച, വില ചോദിച്ചു. ദേഖ്തേ പൂജ്തേ വേ നാരിയൽ വാലേക്ക് പാസ് പൗഞ്ച് ഗയേ. അങ്ങനെ നോക്കി നോക്കി ഓരോന്നിന്റെ അതിന്റെ ഇതിന്റെയൊക്കെ വിലയൊക്കെ ചോദിച്ച് ഫൈനലി അദ്ദേഹം എവിടെ എത്തി? നാരിയൽ വാലേക്ക് പാസ്, കോക്കനട്ട് വിൽക്കുന്ന ആളുടെ അടുത്തെത്തി. ഏ നാരിയൽ വാലേ, നാരിയൽ കിത്നെ ബേ ദോഗേ. എന്നിട്ട് നാരിയലിൽ വിൽക്കുന്ന ആളോട് ചോദിക്കുകയാണ്, നാരിയൽ കിത്നെ മേ ദോഗേ, എത്ര പൈസയ്ക്ക് ഓരോ നാരിയലും തരും. ബീഗുബായിനെ പൂച്ച. നാരിയൽ വാലേനെ കഹാ ബസ് 2 रुपये में കാക്ക. വെറും 2 രൂപയുള്ളൂ കാക്ക. കാക്ക എന്ന് പറഞ്ഞാൽ ബീഗുബായിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബീഗുബായിനോട് പറയാണ്, വെറും 2 രൂപയുള്ളൂ കാക്ക. ബസ് 2 रुपये. ബീഗുബായിനെ ആംഖേം ഫേലാക്കർ കഹാ, ബസ് 2 रुपये, വെറും 2 രൂപയുള്ളെന്നോ. ബീഗുബായ് കണ്ണുരുട്ടിക്കൊണ്ട് അത്ഭുതത്തോടെ പറയാണ്, ബഹുത് ജ്യാദാ ഹേ, 2 രൂപയോ, ഇത്രയും കൂടുതലോ. ഏക് രൂപയമേ ദേദോ, നിനക്ക് എനിക്ക് 1 രൂപയ്ക്ക് തരാൻ പറ്റില്ലേ, 2 രൂപയൊക്കെ വളരെ കൂടുതലാണ്, ഒരു നാരിയൽ 1 രൂപയ്ക്ക് തരൂ എന്ന് പറഞ്ഞു. നാരിയൽ വാലേനെ കഹാ നാ ജി നാ 2 रुपये സഹി ദാം. അപ്പൊ നാരിയൽ വാല പറയാണ്, നാ ജി നാ, നോ നോ, 2 रुपये 2 രൂപ, സഹീദാം അത് കറക്റ്റ് ആയിട്ടുള്ള വിലയാണ്, കൂടുതലൊന്നും അല്ല. ലേ ലോ യാ ചോട് ദോ, വേണമെങ്കിൽ എടുത്തോളൂ, അല്ലെങ്കിൽ വിട്ടുകളയൂ, പോയിക്കോളൂ എന്ന് പറഞ്ഞു. ടീക്കേ ടീക്കേ ബീഗുബായ് ബഡ്ബഡായേ. ശരി ശരി എന്ന് പറഞ്ഞ് ബീഗുബായ് അവിടെ നിൽക്കുകയാണ്. അച്ഛാ തോ ബതാओ 1 रुपये में കഹാ മിലേഗാ. എന്നിട്ട് നാരിയൽ വാലേന്റെ അടുത്ത് ചോദിക്കുക, ശരി എന്നാ 1 രൂപയ്ക്ക് നാരിയൽ കിട്ടുന്ന സ്ഥലം എവിടെയാണ്? കഹാ മിലേഗ, 1 രൂപയ്ക്ക് എവിടെയാണ് നാരിയൽ കിട്ടുക? യഹാൻ സെ തോടി ദൂർ ജോ മണ്ഡി ഹേ വഹാ ഷായത് മിൽ ജായേ. നാരിയൽ വാലെ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാ, യഹാൻ സേ തോടി ദൂർ, ഇവിടെ നിന്ന് കുറച്ച് ദൂരത്തില് ജോ മണ്ഡി ഹേ, വേറൊരു ചെറിയ മാർക്കറ്റ് ഉണ്ട്. വഹാ ഷായത് മിൽ ജായേ, അവിടെ ചിലപ്പോ കിട്ടാൻ സാധ്യതയുണ്ട്. സോ ഭീഖുബായ് उसी तरफ चल पड़े. चलो देख लेते हैं, वे अपने आप से बोले. അത് കേട്ടപ്പോ ഭീഖുബായ് ഉസി തരഫ്, അങ്ങോട്ട് ആ ഡയറക്ഷനിലേക്ക് നടക്കാൻ തുടങ്ങി. ചലോ ദേഖ് ലേത്തെ ഹേ, എന്നാ പിന്നെ അവിടെ ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് നടന്നു. टहलने का एक मौका है और रुपए भर की बचत भी हो जाएगी. എന്തും വിചാരിച്ചുകൊണ്ടാണ് ബീഖുബായ് അങ്ങോട്ട് നടക്കുന്നത്. ചലോ കുറച്ച് ദൂരമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം, എന്തായാലും നടക്കാനുള്ള ഒരു മോക്ക ഹേ, ഒരു ചാൻസ് ആണ്, നടക്കാനുള്ള ഒരു ചാൻസ് ആണ്. ഓർ റുപേ ബർക്കി ബച്ചത് ബി ഹോ ജായകി, 1 രൂപ സേവ് ചെയ്യാനും പറ്റും, എന്നാ ഞാൻ അവിടം വരെ നടന്നു നോക്കട്ടെ എന്ന് കരുതി. ഖുഷി സേ घुरघुराते भीखुबाई ने छड़ी को जमीन पर ദബ്ദബായ. അങ്ങനെ അങ്ങോട്ട് പോവാൻ വേണ്ടി ഹാപ്പി ആയിട്ട് നല്ല പാട്ടൊക്കെ പാടി അങ്ങ് നടന്ന് പോവാണ്. ഝടിക്കോ ജമീൻ പർ ദബ്ദബായ എന്ന് പറഞ്ഞാൽ നടക്കുന്ന ആ ഒരു ഊന്നുവടി ഭൂമിയിൽ, ജമീൻ എന്ന് പറഞ്ഞാൽ തറയില്ല, നിലത്തൊക്കെ ഇടിച്ചുകൊണ്ട് അങ്ങനെ നടന്നു പോവാണ്. മണ്ഡി മേ കോലാഹൽ ഫേലാ ഹുവാ ഥാ. മണ്ഡി ദൂരെയുള്ള ഒരു മാർക്കറ്റ്, അവിടെ മറ്റേ പോലെയല്ല, കോലാഹൽ ഫൈലാഹുവാദ, വളരെയധികം ബഹളം ഉണ്ടായിരുന്നു, ഭയങ്കര ശബ്ദം ഉണ്ടായിരുന്നു.
വ്യാപാരിയോं की ഊഞ്ചി ഊഞ്ചി ആവാസേ ഗൂജ് രഹി थी. അവിടെയുള്ള ആളുകളും അതുപോലെ അവിടെ വ്യാപാരികളും ഷോപ്പ് കീപ്പേഴ്സിന്റെ ഒക്കെ ഊഞ്ചി ഊഞ്ചി ആവാസേ, ഉറക്കെ ഉറക്കെയുള്ള ശബ്ദമൊക്കെ അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ബടാട്ട ആലു, കാന്താ പ്യാജ്, ഗാജർ ഗാജർ ഗാജർ, കോബി ബന്ദ് കോബി. എങ്ങനെയാണ്? പൊട്ടാറ്റോ, അനിയൻ, ക്യാരറ്റ്, ക്യാബേജ്, പിന്നെ കോളിഫ്ലവർ, അങ്ങനെ പല കാര്യങ്ങളും അവർ വിളിച്ചു പറയാ. എങ്ങനെയാ വിളിച്ചു പറയുന്നുണ്ടാവുക? നല്ല ഫ്രഷ് പച്ചക്കറിയാണ്, ഇവിടേക്ക് വരൂ. അങ്ങനെ ഓരോ വ്യാപാരികളായിട്ട് അവരുടെ സാധനങ്ങളെ ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടി ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. माथे का पसीना पोंछकर ഭീഖുബായി ने इधर उधर ताका. മാഥേക പസീന എന്ന് പറഞ്ഞാൽ വിയർപ്പാണ്. അപ്പൊ അത്ര ദൂരം നടന്നു കഴിഞ്ഞപ്പോഴേക്ക് ഭീഖുബായി അല്പം വിയർത്തിട്ടുണ്ടാവും. അപ്പൊ തലയിലുള്ള വിയർപ്പൊക്കെ തുടച്ചു മാറ്റിക്കൊണ്ട് ഭീഖുബായിനെ ഇധർ ഉധർ താക്ക, അങ്ങനെ അവിടെ ഇവിടെയൊക്കെ നോക്കുകയാണ്, അലഞ്ഞു നോക്കുകയാണ്. എവിടെയാണ് നാരിയൽ ഉണ്ടാവുക? നാരിയൽ വാലേക്കോ ദേക്കർ പൂച്ച. ഫൈനലി കോക്കനട്ട് സെല്ലറിനെ കണ്ടു. എന്നിട്ട് ചോദിച്ചു, അരെ ഭായ് ഏക് നാരിയൽ കിത്നെ മേ ദോഗേ? സിർഫ് ഏക് റുപിയ കാക്ക. നേരത്തെ 2 രൂപയായിരുന്നു, 2 rupees ആയിരുന്നു അല്ലേ? ഇപ്പോഴെത്രയായി? 1 rupee ആയി. നാരിയൽ വാലേനെ ജവാബ് ദിയ. നാരിയൽ വാലെ പറഞ്ഞു, ഓൺലി 1 rupees കാക്ക. ജോ ചാഹെ ലേ ജാവോ ജൽദി. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുത്തോളൂ. ജോ ചാഹെ, ഈ കാണിച്ചിരിക്കുന്നതിൽ ഏത് വേണമെങ്കിലും പെട്ടെന്ന് എടുത്തോളൂ. ജൽദി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. शूचे भाई भिखुभाई ने कहा, यह क्या, मैं इतनी दूर से आया हूं और तुम पूरा 1 रुपया मांग रहे हो? ഇത് കേട്ടപ്പോ ഭീഖുഭായി എന്താ പറഞ്ഞെന്നറിയോ? മേ ഇത്നി ദൂർ സെ ആയാ ഹൂ, ഞാൻ വളരെ ദൂരത്തുനിന്ന് നടന്നാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. തും പൂരാ 1 रुपया മാംഗ് രഹേ ഹോ, നീ അതിന്റെ 1 രൂപ മുഴുവനായിട്ടും വാങ്ങിക്കുന്നോ? 50 പൈസ കാഫി ഹേ. നേരത്തെ നാരിയൽ വാലെ 2 രൂപയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞപ്പോ 1 രൂപയ്ക്ക് തരൂ എന്ന് പറഞ്ഞ ആളാണ്. എന്നാ ഇവിടുത്തെ നാരിയൽ വാലെ 1 രൂപ എന്ന് പറഞ്ഞപ്പോ പറയുന്നത് എന്താ? ഞാൻ വേണമെങ്കിൽ 50 പൈസ തരാം, 50 പൈസയ്ക്ക് ഒരു നാരിയൽ തരൂ. മേ ഇസ് നാരിയൽ കോ ലേതാ ഹൂ ഓർ തും യോ ലോ പക്കടോ 50 പൈസേ എന്നും പറഞ്ഞിട്ട് അവിടെ എത്തിയപ്പോ അദ്ദേഹത്തിന്റെ പിശുക്കത്തരം കുറച്ചുകൂടി കൂടിയല്ലേ. എന്നിട്ട് ഒരു 50 പൈസ എടുത്തിട്ട് നാരിയൽ വാലെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, മേ ഈ നാരിയൽ കോ ലേതാ ഹൂ, ഈ നാരിയൽ ഞാൻ എടുക്കാൻ പോവാണ്. തും യഹ് ലോ, നീ ഈ ഒരു 50 പൈസ എടുത്തോളൂ, പിടിക്കൂ, പക്കടോ. नारियल वाले ने चढ़ भीखूभाई के हाथ से नारियल को छीन लिया और बोला. നാരിയൽ വാലെ ചട് എന്ന് പറഞ്ഞ പെട്ടെന്ന്, ഭീഖുബായിക്ക് ഹാത്ത് സേ, ഭീഖുബായിയുടെ കയ്യിൽ നിന്ന്, നാരിയൽ കോ, കോക്കനട്ട്, ചീൻ ലിയ, പിടിച്ച് എടുത്തു. ഓർ ബോല, മാഫ് കരോ കാക്ക, എന്നോട് ക്ഷമിക്കൂ, ഐ എം സോറി. 1 रुपया या फिर कुछ नहीं, 1 രൂപ തന്നാലേ ഞാൻ ഈ ഒരു നാരിയൽ തരുള്ളൂ. 1 रुपया या फिर कुछ नहीं, ഒന്നുകിൽ 1 രൂപ തന്നിട്ട് ഇതെടുക്കുക, ഇല്ലെങ്കിൽ കുച്ച് നെഹി, ഒന്നുമില്ല, നാരിയൽ തരില്ല എന്ന് പറഞ്ഞു. ലേക്കിൻ ഭീഖുബായ് കാ നിരാശ ചെഹര ദേക്കർ ബോല. അപ്പൊ ഇത് കണ്ടപ്പോ ഭീഖുബായി ഉറപ്പായിട്ട് നിരാശപ്പെടും അല്ലേ? അദ്ദേഹം ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു. അപ്പൊ ഇത് കണ്ടപ്പോ അവിടെ ഇരിക്കുന്ന നാരിയൽ വാല ഭീഖുബായിനോട് പറഞ്ഞു, बंदरगाह पर चले जाओ, हो सकता है वहां तुम्हें 50 पैसे में मिल जाए. ബന്ദർഗാഹ്, പോർട്ടൊക്കെ ഉണ്ടാവും അല്ലെ, ബോട്ടൊക്കെ നിർത്തുന്ന ബോട്ട് ജെട്ടിയൊക്കെ പോലത്തെ അങ്ങനെയുള്ള. ബന്ദർഗാഹ് പർ ചലേ ജാവോ, ഹോ സക്താ ഹേ വഹാൻ തുമ്മേ 50 പൈസേ മേ മിൽ ജായേ, ചിലപ്പോ അവിടെ നിങ്ങൾക്ക് 50 പൈസയിൽ കിട്ടുമായിരിക്കാം എന്ന് പറഞ്ഞു. ഭീഖുബായ് അപ്നി छड़ी से टेक लगाकर सोचने लगी, आखिर 50 पैसे तो पूरे 50 पैसे है, वैसे भी मेरी टांग में अभी भी दम है. ഇത് കേട്ടപ്പോ ഭീഖുബായ് വിചാരിച്ചു, ആഖിർ 50 പൈസ तो 50 पैसे होता है, 50 പൈസ എന്ന് പറഞ്ഞാൽ 50 പൈസയല്ലേ,
വൈസെ ബി മേരി ടാങ്കോ മേ എന്റെ കാലുകൾക്ക് അബി ബി ദം ഹേ ഇപ്പോഴും എന്റെ കാൽ അങ്ങനെ ക്ഷീണിച്ചിട്ടൊന്നുമില്ല എനിക്ക് കുറച്ചു ദൂരം കൂടിയൊക്കെ നടക്കാം ഒരു പ്രശ്നവുമില്ല എന്നാ അവിടെ ഒന്ന് പോയി നോക്കാം പേരോങ്കോ ഘസീട്ടെ ഹുയേ ഭീഖുബായ് ചൽനെ ലഗെ അങ്ങനെ കാല് വലിച്ച് നീട്ടി വെച്ചുകൊണ്ട് ഭീഖുബായ് ചൽനെ ലഗെ ഭീഖുബായ് നടക്കാൻ തുടങ്ങി हर दो कदम पर रुक रुक कर जेब में से बड़ा सफेद रुमाल निकालकर वे अपना पसीना പോച്ചേ പ്രായമായ ആളാണല്ലേ ബീക്കുബായ് ഇത്ര ദൂരം ഓൾറെഡി നടന്നു കഴിഞ്ഞു നല്ല ക്ഷീണിതനാണ് എന്നാലും 50 പൈസ ലാഭിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ദൂരമുള്ള സ്ഥലത്തേക്ക് നടന്നു പോകുന്നത് അങ്ങനെ ഓരോ ദോ കദം ഓരോ രണ്ടടി നടക്കുമ്പോഴും രുക്ക് കർ നിന്നിട്ട് ജേബ് മേസെ ബഡാ സഫേദ് റുമാൽ പോക്കറ്റിൽ നിന്ന് വലിയ സഫേദ് എന്ന് പറഞ്ഞ വൈറ്റ് ആണ് വൈറ്റ് റുമാൽ കർച്ചീഫ് എടുത്തിട്ട് വിയർപ്പൊക്കെ തുടച്ചുകൊണ്ടാണ് ബീക്കുബായ് പോകുന്നത് സാഗർ കെ കിനാരെ എക് നാവ് വാല ബൈട്ടാത കടൽക്കരയിൽ അവിടെയാണല്ലേ പോർട്ടുള്ളത് അപ്പൊ അവിടെ എക് നാവ് വാല ഒരു തോണിക്കാരൻ ഇരിക്കുന്നുണ്ടായിരുന്നു ഉസ്കെ സാമനെ ദോ ചാർ നാരിയൽ പടേതേ അദ്ദേഹത്തിന്റെ അടുത്ത് ആ ഒരു തോണിക്കാരന്റെ അടുത്ത് കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു अरे भाई एक नारियल कितने में दोगे बीकू भाई ने पूछा और कहा ये तो काफी अच्छे दिखते हैं അരെ ഈ ഒരു നാരിയലിന് എത്ര രൂപയാണ് കിട്ടുക ഇത് നല്ല ഫ്രഷ് നാരിയലായിട്ട് തോന്നുന്നുണ്ടല്ലോ കാക്ക യേ കോയി പൂछने वाली बात है केवल 50 पैसे നാരിയൽ വാലെ ने कहा അപ്പൊ നാരിയൽ വാല വേഗം പറഞ്ഞു ഇതൊക്കെ ഇപ്പൊ ചോദിക്കാനുള്ള കാര്യമുണ്ടോ യേ പൂछने वाली बात है केवल ओनली 50 पैसे 50 पैसे नारियल वाले ने कहा 50 पैसे बीकू बाई मानो हैरानी से इक्के बके हो गई അപ്പൊ മുമ്പ് 50 പൈസക്ക് വേണമായിരുന്നു ഇപ്പൊ ഇത്രയും നടന്ന് ഇവിടെ എത്തിയപ്പോ 50 പൈസയാണ് ഒരു നാരിയലിന് എന്ന് പറഞ്ഞപ്പോ പിന്നെയും അദ്ദേഹത്തിന്റെ പിശുക്കത്തരം പുറത്തെത്തി എന്നിട്ട് ചോദിക്കുക 50 പൈസയോ ഇത്നി ദൂർ സേ പെദൽ ആയാഹോ അതായത് ഇത്രയും നേരം ഞാൻ നടന്നു വന്നിരിക്കുകയാണ് പെദൽ ആയാഹോ എന്ന് പറഞ്ഞാൽ നടന്നു വന്നിരിക്കുകയാണ് ഇത്തനാ തക് ഗയാഹോ ഞാൻ ഇത്രയ്ക്കും ക്ഷീണിച്ചിട്ടാണ് വന്നത് ഓർ തും കേഹത്തെ ഹോ 50 പൈസേ നീ പറയാ ഇതിന് 50 പൈസ വേണമെന്ന് മേരി മെഹനത്ത് ബേക്കാർ ഹോ ഗയി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ലേ നാ ബായി നാ ഇല്ല ഇല്ല 50 പൈസക്കൊന്നും ഈ ഒരു നാരിയൽ ഇല്ല 50 പൈസ ബഹുത് ജ്യാദാ ഹേ 50 പൈസ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് മേ തുമേ 25 പൈസ ദൂഗാ ഞാൻ നിനക്ക് 25 പൈസ തരാം യേലോ രഖ്ലോ എന്ന് പറഞ്ഞിട്ട് 25 പൈസ എടുത്തു കൊടുക്കുകയാണ് ഈ തോണിക്കാരന് ऐसा कहते हुए बीकू बाई चूक कर नारियल उड़ाने ही वाले थे എന്നും പറഞ്ഞിട്ട് ചൂക്ക് കർ എന്ന് പറഞ്ഞാൽ കുനിഞ്ഞിട്ട് നാരിയൽ ഉടാനേ ഹി വാലേതേ കോക്കനട്ട് എടുക്കാൻ പോവായിരുന്നു നാരിയൽ വാലേനെ കഹാ അപ്പൊ നാരിയൽ വാലെ പറഞ്ഞു നീച്ചെ രക്തോ താഴെ വെക്കൂ എടുക്കരുത് മേരെ സാത്ത് കോയി സൗദാ വേദ നഹി ചലേഗ എന്റെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയണ്ട थोड़ी देर बाद उसने भीखू बाई की और ध्यान से देखा और जरा ठंडे दिमाग से बोला ആ ഒരു തോണിക്കാരനും ദേഷ്യം വന്നു അല്ലേ ഇത്ര ചെറിയ പൈസക്ക് വെച്ചിട്ടും ബീഖുബായി എന്താ പറയുന്നത് ഇത് വളരെ കൂടുതലാണ് 50 പൈസക്കൊന്നും തരാൻ പറ്റില്ല ഞാൻ വേണമെങ്കിൽ 25 പൈസ തരാന്ന് പറഞ്ഞപ്പോ നാവാലയ്ക്ക് വളരെയധികം ദേഷ്യം വന്നു അദ്ദേഹം പറഞ്ഞു ഇല്ല ഇല്ല എന്റേത് ഞാൻ തരേയില്ല നിങ്ങൾ അവിടെ തന്നെ വെച്ചോളൂ നാരിയൽ ഞാൻ തരില്ല എന്ന് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ഉസ്നെ ബീഖുബായിക്ക് ഓർ ധ്യാൻ സേ ദേക്ക അദ്ദേഹം ബീഖുബായിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ജറ ഡണ്ടേ ദിമാഗ് സേ ബോല ചെറുതായിട്ട് ദേഷ്യമൊക്കെ മാറ്റി ഒന്ന് തണുത്ത് പറഞ്ഞു സസ്തേ മേ ചാഹിയേ നിങ്ങൾക്ക് ഏറ്റവും വില കുറവാണോ നാരിയൽ വേണ്ടത് നാരിയൽ കെ ബഗീച്ചെ മേ ചലേ ജാവോ കുറച്ച് അപ്പുറത്തായിട്ടൊരു നാരിയലിന്റെ ബഗീച്ചെ ഒരു നാരിയലിന്റെ കോക്കനട്ടിന്റെ ഒരു തോട്ടമുണ്ട് അവിടേക്ക് പോകൂ വഹാൻ ഢേർ സാരെ മിൽ ജായേഗേ അവിടെ എന്തായാലും കുറേ നാരിയൽ കിട്ടും മൻ പസന്ത് ദാമേ നിങ്ങൾക്ക് വേണ്ട വിലക്ക് അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നാരിയൽ കിട്ടും അപ്പൊ ബീക്കുബായി നാരിയലിന്റെ തോട്ടത്തിലേക്ക് പോയിട്ടുണ്ടാവോ ഇനി നാരിയലിന്റെ തോട്ടത്തിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഏറ്റവും വില കുറവില് നാരിയൽ കിട്ടിയിട്ടുണ്ടാവോ
ഇതിന്റെ ബാക്കി കഥ പാർട്ട് 2 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതൊരു ലോങ് വീഡിയോ ആണ്. ഒരുമിച്ച് ഇത്ര സമയം ഇരുന്നാൽ നിങ്ങൾക്ക് ബോറടിക്കും അല്ലേ? അതുകൊണ്ടാണ് വീഡിയോ 2 ആയിട്ട് ചെയ്യുന്നത്. ഇത് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ആ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ പാർട്ട് 2 വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.